ഹലോ. നമ്മുടെ ടെറസിലെ കുറച്ച് പച്ചക്കറി തൈകളും വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ, ചീര, അങ്ങനെ വളരെ കുറച്ച്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വിളവെടുപ്പിന് കിട്ടുമെന്നറിയാൻ വേണ്ടി ടെറസിൽ പോയപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വാട്ടർ ക്യാൻ മേടിച്ച് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ടെറസ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ടെറസിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ വാട്ടർ ക്യാൻ ആകുമ്പോൾ അത്യാവശ്യം ലൈഫും കിട്ടും. ആകെ മൊത്തം 12 വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. കൃത്യമായി ഇതിൽ കാണാം. നോക്കിക്കേ. കുറച്ച് പച്ചമുളകും ഉണ്ടായിരുന്നു പറിക്കാൻ. ചെടി കാണാൻ വലിയ ഗുമ്മൊന്നും ഇല്ലെങ്കിലും കുറച്ച് പച്ചമുളകൊക്കെ തരാറായിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴേ നമ്മുടെ അകത്തിച്ചീരയിൽ കുറച്ച് മീലി ബഗ്. ഫോണല്ലേ കയ്യിലിരിക്കണേ, ഒന്ന് സൂം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാട്ടോ മീലി ബഗിനെ ഇത്ര അടുത്ത് കാണുന്നത്. പണ്ടൊക്കെ ഞാൻ കരുതിയതേ എന്തോ പൊടിയാണെന്ന്, പിന്നെ മനസ്സിലായി അതൊരു പ്രാണിയാണെന്ന്. പിന്നെ ഒട്ടും താമസിച്ചില്ല, അതിലെ അകത്തിച്ചീരയുടെ ഇലകളെല്ലാം പറിച്ചെടുത്തു. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഇന്ന് കിട്ടിയത്. ഫാം ഫ്രഷ് സാധനങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. എന്നാൽ പിന്നെ കൈയോടെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മസാലപ്പൊടികളെല്ലാം ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക്, കുറച്ച് ചിക്കൻ മസാലയും ചേർത്തു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി യോജിപ്പിച്ചു. ഞാൻ അധിക സമയം വെച്ചൊന്നുമില്ല. ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചു. നിങ്ങളിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ഒന്നെടുത്ത് കഴിച്ചു നോക്കട്ടെ. യമ്മി, അടിപൊളി, സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ. കഴിഞ്ഞില്ല കേട്ടോ, പോകല്ലേ. നമ്മളെ രാവിലെ പറിച്ച അകത്തിച്ചീരയില്ലേ, അത് മോന് കൊടുക്കാൻ എന്താ പരിപാടി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദോശയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചാലോ. ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ദോശ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഈ അകത്തിച്ചീര ഒരു തണ്ടിൻ്റെ ഇലകൾ മുഴുവനും ഇങ്ങനെ ഇട്ടു. പിന്നെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടു, മറിച്ചിട്ടു, കുറച്ച് വെളിച്ചെണ്ണ തൂക്കി. അതിന് ശേഷം നമ്മളുടെ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് തൂക്കി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. വീണ്ടും മറിച്ചിട്ടു. ദോശ റെഡി.